ഗൾഫ് രാജ്യങ്ങളിൽ വെറുതെ ഒന്ന് കുഴിച്ചാൽ മതി, എണ്ണ ചാകരയാണ്. എന്നാൽ ഇന്ത്യയിൽ 1 ലിറ്റർ പെട്രോളിന് 100 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അറബി നാടുകളെ പോലെ പെട്രോളിയം നിക്ഷേപമില്ലാത്തത്? നമ്മൾ ശപിക്കപ്പെട്ടവരാണോ? അല്ല. ഇതിന് പിന്നിൽ 5 കോടി വർഷം പഴക്കമുള്ള ഒരു ത്രില്ലർ കഥയുണ്ട്. പണ്ട് ഇന്നത്തെ സൗദി അറേബ്യയും ഇന്ത്യയുടെ പകുതി ഭാഗവും ടെത്തിസ് എന്ന ഒരു ആഴക്കടലിനടിയിലായിരുന്നു. ഈ കടലിലെ കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ ചത്തുപതിഞ്ഞ് കടൽത്തട്ടിൽ അടിഞ്ഞുകൂടി കാലക്രമേണ കിലോമീറ്ററുകളോളം കനത്തിൽ മണ്ണും മണലും അവയ്ക്ക് മുകളിൽ മൂടി. അവിടുത്തെ കടുത്ത ചൂടും സമ്മർദ്ദവും ഈ ജൈവാവശിഷ്ടങ്ങളെ കറുത്ത പൊന്ന് അഥവാ ക്രൂഡ് ഓയിലാക്കി മാറ്റി. പക്ഷേ ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാസംഭവം നടന്നു. ഇന്ത്യൻ പ്ലേറ്റ് തെക്ക് നിന്ന് മൂവ് ചെയ്ത് ഏഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ടെത്തിസ് കടൽ അപ്രത്യക്ഷമായി. കടൽത്തട്ടിലെ മണ്ണ് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി ഹിമാലയ പർവ്വതനിരകളായി മാറി. ഭൂമിശാസ്ത്രം നമുക്ക് എണ്ണ കനിഞ്ഞു നൽകിയില്ലെങ്കിലും സൂര്യപ്രകാശവും കാറ്റും ഇന്ത്യക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് ഇനി നമ്മുടെ പ്രതീക്ഷ പെട്രോളിലല്ല, പുനരുപയോഗ ഊർജത്തിലാണ്. ഗൾഫ് രാജ്യങ്ങൾ ആ കൂട്ടിയിടിയിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിനാൽ അവിടെ എണ്ണശേഖരങ്ങൾ സുരക്ഷിതമായി ഭൂമിക്കടിയിൽ തങ്ങി നിന്നു. എന്നാൽ ഇന്ത്യയിലാകട്ടെ ഈ കൂട്ടിയിടിയിൽ ഭൂമിക്കടിയിലെ പാറകൾ തകരുകയും എണ്ണ സൂക്ഷിച്ചിരുന്ന റിസർവോയറുകൾ ചിതറിപ്പോവുകയും ചെയ്തു. എണ്ണയുണ്ടായിരുന്ന ഭാഗങ്ങൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി, അല്ലെങ്കിൽ നശിച്ചുപോയി. ഇന്ത്യയിൽ എണ്ണ ഇല്ല എന്നല്ല, കൂട്ടിയിടിയുടെ ആഘാതം കുറഞ്ഞ മുംബൈ ഹൈയിലും രാജസ്ഥാനിലും ആസാമിലും ഇന്നും നമ്മൾ എണ്ണ ഖനനം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശാലമായ ജനസംഖ്യയ്ക്ക് അത് തികയില്ല. ആവശ്യത്തിൻ്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇതുപോലുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക.